ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സൂംബയുടെ കുറച്ച് മൂമെൻറ്റ്സാണ് എടുത്തിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ളതാണ്. അത് ഏകദേശം ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. അത് മ്യൂസിക്കൊന്നും ഇല്ല കേട്ടോ. മ്യൂസിക് ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ ഈ ചെയ്യുന്ന നമ്മളതിൻ്റെ സ്പീഡ് അനുസരിച്ച് ചെയ്തങ്ങ് പോകും. അപ്പോൾ ഈ ചെയ്യണമെന്ന് തോന്നുന്നവർക്കോ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല. അത് നമുക്ക് പഠിച്ചെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഞാനതിൽ 1 2 3 പറഞ്ഞ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ ഏത് ഏജുകാർക്കും ചെയ്യാം. കാരണം അത്ര സിമ്പിളായിട്ട് ചെയ്തിട്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങളൊന്ന് സ്പീഡ് കുറച്ചൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. പിന്നെ സൂംബയുടെ പ്രത്യേകത അറിയാമല്ലോ, ഫുൾ ബോഡി വർക്കൗട്ടാണ്. നമുക്കിപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിതൊട്ട് മുടി വരെ ഇതിന് ഉപയോഗം. നമ്മുടെ കൊഴുപ്പ് കുറയാനും ശരീരത്തിൻ്റെ വേദന ഉണ്ടെങ്കിൽ വേദനകൾ മാറാനും ഒക്കെ നല്ലതാണ് കേട്ടോ. പിന്നെ ഈ തേയ്മാനം മൂലം ഉണ്ടാകുന്ന വേദനകളൊന്നും നമുക്കത് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. ഈ തേയ്മാനം എന്ന് പറയുമ്പോൾ അത് നമ്മുടെ എല്ല് തേയ്മാനത്തിന് നമുക്ക് ഒരു ഫിറ്റ്നസ് വർക്കിലും അങ്ങനെ ഇല്ല. പിന്നെ അതിന്ന് കുറച്ച് കൊണ്ടുവരാനേ ഒക്കുള്ളൂ. വേദനയെ കൊണ്ടുവന്ന് കുറച്ച് കൊണ്ടുവരാം. അപ്പോൾ നമ്മൾ മുട്ടൊക്കെ തേയ്മാനം ഉള്ളവരാണെങ്കിൽ മുട്ടൊക്കെ പ്രസ് ചെയ്തെടുക്കുന്ന അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്നൊക്കെ ഞാൻ അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ പാടില്ലെന്നുള്ളൂ. പിന്നെ ബാക്കി നമ്മൾ ഫുൾ ബോഡിക്ക് നല്ലത് നമ്മുടെ നമുക്ക് നോർമലി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ, വേദന, ശരീരവേദന, തോൾ വേദന, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു അസുഖങ്ങളുണ്ട്. അതൊക്കെ ഫുള്ള് നിങ്ങൾ പോലും അറിയാണ്ട് മാറും. നമുക്ക് നടക്കാനുള്ള പ്രയാസം മാറും, ഇരിക്കാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെയൊക്കെ സൂംബയ്ക്ക് ഒത്തിരി ഗുണങ്ങളുണ്ട് കേട്ടോ. മെയിനായിട്ട് നമ്മളെ ഹാർട്ടിന് കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്പുകളൊക്കെ കാണുവാണെങ്കിൽ നമ്മളതൊന്ന് ചെയ്ത് നോക്കുന്നത് എപ്പോഴും നല്ലതാണ് കേട്ടോ. കാരണം നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ഒരു മാസമൊക്കെ ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾക്ക് ഉണ്ടാകും ചേഞ്ച് എന്താണെന്ന്. അത് തന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് ഒത്തിരി മാറ്റം ഉണ്ടാവും. നമുക്ക് ക്ഷീണങ്ങളൊക്കെ മാറും, നടക്കാനുള്ള പ്രയാസം മാറും. അപ്പോൾ അത് നമ്മുടെ മാത്രമല്ല നമ്മുടെ വയറിന് നല്ലതാണ്. അതിൻ്റെ കൊഴുപ്പ് കുറയും, ബാക്ക് മസിൽസിന് ബാക്കിലെ കൊഴുപ്പ്, അങ്ങനെയൊക്കെ ഫുള്ള്. ഈ മുട്ട് പ്രസ്സിങ് എന്ന് പറയുന്നത് ഇതാണ്. നമ്മൾ ആ മുട്ട് പ്രസ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. തറയിൽ മുട്ട് കുത്തിയുള്ളത് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം നമ്മൾ അപ്പോൾ മുട്ട് വേദന ഉള്ളവർ. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് പിന്നെ മുട്ടുവേദനയ്ക്ക് ഉള്ളവർ കുറയാനുള്ള എക്സസൈസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി ചെയ്യുക. പിന്നെ നമുക്ക് എന്തായാലും ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ. ഞാനെല്ലാം ഫസ്റ്റ് ഒന്ന് സ്ലോയിൽ കാണിച്ചതിന് ശേഷം നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. കാലിതുപോലെ കേട്ടോ. ഒരു കാലിൻ്റെ അടുത്ത് മറ്റേ കാലൊന്ന് മുട്ടൊന്ന് മടക്കി എടുക്കേണ്ടത്. കാല് കുത്തിയാണ് നിർത്തേണ്ടത് ഇതേപോലെ കേട്ടോ. കണ്ടോ, എൻ്റെ കൈ വരുന്നത് കാല് വയ്ക്കുമ്പോൾ ഉണ്ട്, കൈ നീട്ടും കണ്ടോ. കാല് കുത്തി നിർത്തുമ്പോൾ കൈ മടക്കി പിടിക്കും. ഇത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ട് മനസ്സിലാക്കി വെച്ചിട്ട് കൂടെ അങ്ങ് ചെയ്താൽ മതി. നല്ലതാട്ടോ. അപ്പോൾ നമുക്ക് എടുത്താലോ. 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഇത് ഞാനൊരു 30 തൊട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് കാലിങ്ങനെ ക്രോസാണ് കേട്ടോ. അത് ഇതേപോലെ കൈയും ക്രോസ് വരും. കണ്ടോ, കാല് നീട്ടുമ്പോൾ കൈ നീട്ടുന്നു ഇങ്ങനെ കണ്ടോ. അപ്പോൾ നമുക്ക് നിർത്താലോ. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10 1 2 3 4 5 6 7 8 9 10. ഇത് ഞാനൊരു 30 എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ആക്കുമ്പോൾ നമ്മൾ ഹാർട്ടിനൊക്കെ ഏറ്റവും നല്ലതാട്ടോ. അപ്പോൾ നെക്സ്റ്റ് വരുന്നതും ഈസി മൂമെൻറ്റ്സ്. പിന്നെ നമുക്കൊന്ന് കൈ നിവർത്തിച്ചതേ ഒരു കറക്കം തിരിച്ച് ഒരു വട്ടം കൂടെ ഒന്ന് കറങ്ങണം. ഇതേപോലെ കണ്ടോ. അത് കഴിഞ്ഞ് നെക്സ്റ്റ് മൂവ്മെൻറ്റ് കേട്ടോ. നമ്മളൊന്ന് മുന്നോട്ടും പുറകോട്ടും നടക്കുന്നതാണ്. നമ്മൾ നോർമലി നടക്കില്ലേ അതേപോലെ. പക്ഷേ ബോഡി ഒന്ന് കണ്ടോ ഇതേപോലെ ഒന്ന് അങ്ങനെ ചാച്ച് അപ്പുറം ഒന്ന് ഇങ്ങനെ ചെരിഞ്ഞ് നടക്കണമെന്നേ ഉള്ളൂ. ഇത് നമ്മൾ നോർമലി നടക്കാറില്ലേ അതേപോലെ അതിൻ്റെ ഒരു എക്സസൈസ്. അപ്പോൾ കൈ ഒന്ന് ഇങ്ങനെ കൊടുക്കണമെന്നേ ഉള്ളൂ. നടക്കുമ്പോൾ ഒന്ന് ചെരിഞ്ഞ് നടക്കണമെന്നേ. ബോഡി ഒന്ന് അലച്ച് നടക്കണം ഇതേപോലെ. നെക്സ്റ്റ് നമ്മൾ സൈഡ് എടുക്കും. ഇതേപോലെ ഉണ്ടോ.
അത് 2 മുട്ടും ഒന്ന് വേണ്ടേ ഇതേപോലെ ഒന്ന് തത്തെടുക്കുക കണ്ടോ. അപ്പോൾ നമ്മുടെ ആ നടുവിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് വർക്ക് നിങ്ങൾക്ക് അറിയില്ല. കൈ ഇതാണ് കേട്ടോ. നമുക്ക് എടുത്താലോ 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 1 2 3 4 പിന്നെ മുകളിലാട്ടോ അതെ കണ്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മുടെ ആ ബോഡിയുടെ നമ്മുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും ഏതൊക്കെ രീതിയിൽ വർക്കാവുന്നുണ്ടെന്നൊക്കെ മനസ്സിലാവും കണ്ടോ. പിന്നെ ഈ കൈയുടെ കറക്കുന്നതിന് ഗുണം അറിയാലോ. നമ്മുടെ കൈയുടെ പ്രോബ്ലംസ് എല്ലാം മാറിക്കോളും. കൊഴുപ്പുണ്ടെങ്കിലും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും സെയിം തന്നെ നമ്മളത് മുന്നോട്ടും പിന്നോട്ടും. ഇപ്പോൾ പിന്നോട്ട് നടക്കുമ്പോൾ കൈ തിരിച്ചാണ് കറക്കേണ്ടത് കേട്ടോ. കണ്ടോ, മുന്നോട്ട് നടക്കുമ്പോൾ മുന്നോട്ടും ഇതെങ്ങനെ, പിന്നോട്ട് നടക്കുമ്പോൾ പിന്നോട്ട് കറക്കുക ഇതെങ്ങനെ. ഇത് വളരെ ഈസി ആയിട്ടുള്ള കുറച്ച് സൂമ്പയുടെ മൂവ്മെൻറ്റ്സാണ് കേട്ടോ. നോർമൽ കേസിൽ നമ്മൾ സൂമ്പ മൂവ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഇത്രയും വണ്ണം ചേർത്തെടുക്കാറില്ല. ഇത് 30 വട്ടം അങ്ങനെ എടുക്കാറില്ല. ഒരു 4 വട്ടം എടുത്തു കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകും. ഇത് നിങ്ങൾക്കൊന്ന് പഠിച്ചെടുക്കാനും പിന്നെ നമ്മൾ ഫസ്റ്റ് ടൈം ചെയ്യുന്നവർക്കൊന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇത്രയും എണ്ണം ആക്കി ചെയ്തേക്കുന്നത്. നോർമൽ കേസിൽ നമ്മൾ സൂമ്പ മാറി മാറി വരും കേട്ടോ. അത് ഞാനിതിലൊന്നും കാണിച്ചു തരാം. ഈ സ്റ്റെപ്പ് എല്ലാം കൂടി ചേർത്ത് വെച്ചിട്ട് എടുക്കുന്നത് എങ്ങനെയെന്നുള്ളതും കാണിച്ചു തരാം. നമ്മൾ ഒരു 2 3 4 വട്ടമൊക്കെ അവർക്ക് ഒരു സ്റ്റെപ്പ് എടുക്കുന്നത്. അപ്പോൾ അത് ഞാനൊന്നും കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തൊട്ടുള്ള സ്റ്റെപ്പുകൾ ചിലപ്പോൾ 4 വട്ടം 5 വട്ടമൊക്കെ എടുക്കുള്ളൂ. പിന്നെ വീണ്ടും റിപ്പീറ്റ് നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. റിപ്പീറ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കും. ആദ്യം ഒന്ന് 4 വെച്ചൊക്കെ എടുക്കും, പിന്നെ വീണ്ടും കറങ്ങി വീണ്ടും ഫസ്റ്റ് തൊട്ട് വരും. അങ്ങനെയാണ് നമ്മളൊരു പാട്ടിൽ ഫുള്ള് സ്റ്റെപ്പുകൾ ഇങ്ങനെ മാറ്റി ഇപ്പോൾ ഈ ഒരു 4 സ്റ്റെപ്പിനെ നമ്മളിങ്ങനെ കറക്കി ഇങ്ങനെ എടുത്തുകൊണ്ടേ ഇരിക്കും. 4 വട്ടം എടുക്കും, വീണ്ടും റിപ്പീറ്റ് വീണ്ടും ചെയ്യും. അങ്ങനെ കണ്ടോ. ഇതിപ്പോൾ നമ്മൾ ചെയ്യുന്നവർക്ക് നമ്മളിങ്ങനെ കാണിച്ചു പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ 1 2 3 വെച്ചിട്ട് ഇത്ര ഒരു എണ്ണം വെച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ ചെയ്തോളൂ കേട്ടോ. ഇത് പ്രായമുള്ളവർക്കും ഉറപ്പായിട്ടും ചെയ്യാം കേട്ടോ. മെല്ലെ ചെയ്യണമെന്നേ ഉള്ളൂ. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന സ്പീഡിൽ ചെയ്തു പോകും. നമ്മൾ നല്ല സ്പീഡിൽ പറ്റാത്തൊന്നും ചെയ്യാൻ നിൽക്കേണ്ട. അവരവർക്ക് പറ്റുന്ന രീതിയിൽ ചെയ്ത് പോയിക്കോളൂ കേട്ടോ. ഈ കാണിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് നോക്കുന്നു എന്നുള്ള വിശ്വാസമുണ്ട് എനിക്ക്. അപ്പോൾ ഇനി ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള സൂമ്പട സ്റ്റെപ്പൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരും. ചാനലാദ്യമായിട്ട് കാണും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് പറയണം കേട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്നതിന് ഒത്തിരി നന്ദിയുണ്ട്. ഓക്കെ, താങ്ക് യു.